ഒരു പുതിയ വർഷത്തിലേക്ക് നാം തിരിയുമ്പോൾ നമ്മുടെ മനസ്സ് നിറയെ സ്വന്തം സീസിൻ്റെ ഓർമ്മകളും കഥകളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദി ടൈം ടു ബ്രിങ് ദോസ് മെമ്മറീസ് ബാക്ക് അഗെയിൻ. ദിസ് ഇസ് ആർജെ ബെറ്റ്സ് ആൻഡ് യു ആർ ലിസണിംഗ് ടു സീസിഫൈ. കൊച്ചിയിൽ നിന്നും ചെങ്ങന്നൂരിലേക്കുള്ള ട്രെയിൻ കയറി സീസിലെത്തിയ ഒരു ചേട്ടൻ്റെ കുറച്ച് കഥകൾ നമുക്കിന്ന് കേട്ടാലോ. കോളേജ് സെനറ്റ് മാഗസിൻ എഡിറ്റർ, NSS എക്സിക്യൂട്ടീവ് മെമ്പർ, റെഡ് റിബൺ ക്ലബ് കോർഡിനേറ്റർ, അങ്ങനെ ആ ബാച്ചിലെ ആക്റ്റീവായ ഒരു സീനിയറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. 2012 പാസ് ഔട്ടായ അനുരാജ് ചേട്ടനാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ചേട്ടൻ്റെ CEC വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് കേട്ടാലോ. ലെറ്റ്സ് ഹാർട്ട്ലി വെൽക്കം അനുരാജ് ചേട്ടൻ ടു CEC5 റേഡിയോ. ഹലോ ചേട്ടാ, ഹലോ. വെൽക്കം ടു CEC5. താങ്ക് യു. സുഖമായിരിക്കുന്നില്ല അല്ലേ? സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ടിരിക്കുന്നു. ഓക്കെ ചേട്ടാ, ഞാൻ ഫസ്റ്റ്ലി ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഫ്രം കൊച്ചി ടു CEC. ചേട്ടൻ ആദ്യമായി കോളേജിൽ എത്തിയപ്പോൾ ചേട്ടൻ എന്തെങ്കിലും സ്പെസിഫിക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നോ? അതിനനുസരിച്ചായിരുന്നു ചേട്ടന്റെ റിയൽ ലൈഫ് കോളേജ് എക്സ്പീരിയൻസ് മുന്നോട്ട് പോയിരുന്നത്? യെസ്, നല്ല ചോദ്യമാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് കോളേജിൽ എത്തുന്നത് ഞാൻ കോളേജിൽ എത്തുന്നത് 2008-ലാണ്. 2008 പ്ലസ് ടു കഴിയുന്നു. അത് കഴിഞ്ഞ് നേരെ കോളേജിലേക്ക് ഞാൻ കോളേജിൽ എത്തുന്ന ആ ദിവസം എന്ന് പറയുന്നത് ഒരു തിങ്കളാഴ്ചയോ മറ്റോ ആയിരുന്നു എൻ്റെ ഓർമ്മ. കോളേജിലേക്ക് ആദ്യം എക്സാക്ട്ലി പറഞ്ഞാൽ ട്രെയിൻ കയറിയാണ്, തൃപ്പൂണിത്തുറ ട്രെയിൻ കയറിയിട്ടാണ് ഞാൻ കോളേജിൽ എത്തുന്നത്. അപ്പോൾ ആ കോളേജിൽ എത്തുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു എൻ്റെ ഓർമ്മ. അത് TV-യിൽ നമ്മുടെ അന്നത്തെ ഒരു ഡബ്ബിങ് സിനിമ ഉണ്ടായിരുന്നു. എനിക്കൊന്നും മറ്റേ പേര് ഞാൻ വിട്ടുപോയി. കോളേജ് ഡേയ്സ് എന്നോ എന്തോ പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. മറ്റേ ഓ മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ കാണിക്കുന്നത് കോളേജാണ്, എഞ്ചിനീയറിംഗ് കോളേജാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ കാണുന്ന റേഡിയോ ഒക്കെ ഉള്ള പോലെയുള്ള ഒരു സെറ്റപ്പ് ഒക്കെയാണ് അതിൽ കാണിച്ചിരുന്നത്. അപ്പോൾ കോളേജ് ഒരു വലിയ ക്യാമ്പസ്, കോളേജ്, അവിടുത്തെ ആളുകൾ, അവിടുത്തെ സൗഹൃദം, പ്രണയങ്ങൾ, പിന്നെ റേഡിയോ, അങ്ങനെ കുറെ ടെക്നിക്കലി അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഒരു ക്യാമ്പസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ആ ഒരു ഇതിലെ വെച്ചിട്ട് ഓക്കെ, ഇതൊക്കെയാണ് എഞ്ചിനീയറിംഗ് കോളേജ്. എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളെ കുറിച്ചിട്ട് വലിയ ധാരണയില്ലായിരുന്നു. ക്യാമ്പസ് ഇൻ ജനറൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതല്ലാതെ എഞ്ചിനീയറിംഗ് കോളേജ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഐഡിയ എനിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്നത് മറ്റേ നമ്മുടെ പ്രതീക്ഷയിലൊന്നും ഇല്ലാത്ത, ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പ്രേതാലയം എന്നൊക്കെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന ഒരു കോളേജ് ആയിരുന്നു ആക്ച്വലി. അത് നമ്മളിപ്പോ കാണുന്ന രണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ, അതിൽ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. ഒരു പെന്റഗൺ മേളിലുള്ള പോലെ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ലിറ്ററലി കാടായിരുന്നു. കാട് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് മറ്റേ ഫുൾ കാടും പിന്നെ കുറെ കൺസ്ട്രക്ഷന്റെ ഒക്കെ കുറെ മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ട് അതിൽ പിന്നെ ചെടിയൊക്കെ വളർന്നിട്ട് അതിന്റെ അകത്ത് മുഴുവൻ കാടായിരുന്നു. പാമ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇഷ്ടംപോലെ പാമ്പൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്രയും കാടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ സൈഡില് വേറൊരു ബിൽഡിംഗ്, നമ്മുടെ ഇപ്പോഴത്തെ പുതിയൊരു ഓഡിറ്റോറിയം ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അതെ, വണ്ടിയൊക്കെ ഇടുന്ന അതിന്റെ തൊട്ട് അപ്പുറത്ത് അതിന്റെ ബാക്ക് വശത്ത് ഒരു കുറച്ച് 2 ക്ലാസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു മൊത്തത്തിലുള്ള കോളേജിന്റെ സെറ്റപ്പ്. അതിലേക്ക് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ ഡിസപ്പോയിന്റഡ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഡിസപ്പോയിന്റഡ് ഒന്നും ആയില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ ആദ്യമായിട്ട് എത്തുന്ന ഒരു കോളേജും അതായിരുന്നു. അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്ക് കമ്പയർ ചെയ്യാനുള്ള വേറെ കോളേജ് ഉണ്ടായി, ഈ സിനിമയിലെ കോളേജ് അല്ലാതെ. അപ്പൊ ഈ സിനിമയിലെ കോളേജുമായിട്ട് നല്ല കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഒറിജിനലി കോളേജ് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ഞാൻ വളരെ സെറ്റായിരുന്നു കോളേജുമായിട്ട്. പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. സിനിമയിലെ കാണുന്ന പോലെയുള്ള ഒരു കോളേജ് അല്ല, ക്യാമ്പസ് അല്ല, യൂണിഫോം ഉള്ള കോളേജ്. അതൊരു ഇതായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് യൂണിഫോം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ യൂണിഫോം ഒക്കെ ഉള്ള ഒരു കോളേജ് ആയിരുന്നു. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതിനേക്കാളും ഞാൻ വളരെയധികം ഹതാശയൊന്നും ആയില്ല. ഞാൻ ഓക്കെ ആയിരുന്നു. എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ്
കിട്ടാൻ പോവാണ് എന്നുള്ള ഒരു സാധനം ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കോളേജിലേക്ക് എത്തുന്നത്. പുതിയ ബിൽഡിംഗ്, പുതിയ CEC കണ്ടിട്ടുണ്ടോ ചേട്ടൻ? പിന്നെ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഓക്കെ. ചേട്ടൻ, ഞാൻ CEC എന്ന് പറയുമ്പം കോർ മെമ്മറി എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ലൈക്ക് എന്തെങ്കിലും സ്പെസിഫിക് എക്സ്പീരിയൻസോ ഇൻസിഡന്റോ അങ്ങനെ എന്തെങ്കിലും? കോർ മെമ്മറി, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് നടക്കുന്നത് കോളേജിൽ വെച്ചിട്ടാണ്. ഞാൻ കോളേജിലെ മാഗസിൻ എഡിറ്റർ ആയിരുന്നു. മാഗസിൻ എഡിറ്റർ ആയിരുന്ന സമയത്ത് ഞാൻ ഇറക്കിയ മാഗസിനാണ് ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും എഫേർട്ട് എടുത്ത ക്രിയേറ്റീവ് വർക്ക്. ആ കോളേജിലെ ആ ഒരു സമയം, ആ ഒരു മാഗസിനുമായിട്ട് 2012 ഇറക്കിയ മാഗസിനാണ്. അതിന് ഒരു പാതി ബന്ധ തിരക്കഥ എന്നാണ് എൻ്റെ പേര്. 2012 ഒരു പാതി ബന്ധ തിരക്കഥ എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ ആ മാഗസിൻ ഇറക്കാനുണ്ടായിരുന്ന ആ ഒരു എഫേർട്ട് ഉണ്ട്, അതിന്റെ ക്രിയേറ്റീവ് എഫേർട്ട് ഉണ്ട്. ഞാനും കുറെ അധികം ആളുകളും അതിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ആ ഒരു എഫേർട്ടാണ് എന്നെ സംബന്ധിച്ചിട്ട് CEC എന്നുള്ള ഏറ്റവും കോർ മെമ്മറി. ഒരുപാട് പേര് ഒരു മാഗസിൻ ഉണ്ടാക്കുന്നതിന് ഒരാളുടെ എഫേർട്ട് അല്ല, അതിൽ പല ആംഗിളുകളിൽ പല ആളുകൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. അതിനെയൊക്കെ ആ ക്രിയേറ്റീവ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തല പുകയ്ക്കുന്ന കുറെ സംഗതികളുണ്ട്. അപ്പോൾ എന്റെ ജീവിതത്തിൽ അത്രയും തല പുകച്ച ഒരു സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല, ക്രിയേറ്റീവ്ലി സ്പീക്കിംഗ്. അപ്പോൾ അതാണ് എന്റെ കോർ മെമ്മറി. പിന്നെ ഏറ്റവും ഓർമ്മയിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് സ്പോർട്സ് നടത്തുന്നത്, ആർട്സ് നടത്തുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ്. അത് ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങളുടെ ക്ലാസ് ഭയങ്കര രസമുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഡി ബാച്ച് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ബെറ്റ്സൈൻ ഡി ബാച്ച് ആണ്. ഡി ബാച്ച് ഓസമാണ്. നമ്മളുടെ ബാച്ചാണ് ഏറ്റവും വലിയൊരു ബാച്ച്. ബാക്കി ആരും പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട, പക്ഷെ നമ്മുടെ ബാച്ചാണ് വലിയ ബാച്ച്. അപ്പോൾ ഡി ബാച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ആർട്സ്, സ്പോർട്സ്, ഇപ്പൊ ഞങ്ങളുടെ തേർഡ് ഇയറിലാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അത് തേർഡ് ഇയർ ആണോ? അതെ. തേർഡ് ഇയറിൽ ഓർഗനൈസ് ചെയ്യുന്ന ഇതിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഓർഗനൈസിങ് ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ഓടി നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യും, പല കാര്യങ്ങൾ. അത് ഭയങ്കര കോർഡിനേറ്റഡ് ആയിരുന്നു. എല്ലാവരും എന്തെങ്കിലുമൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതൊരു ഭയങ്കര മെമ്മറി ആയിരുന്ന സാധനമാണ്. ഞങ്ങളാണ് ആക്ച്വലി ആർട്സിലും സ്പോർട്സിലും ഏറ്റവും അവസാനം വന്ന ബാച്ച് ഞങ്ങളുടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആർട്സിന്റെ ആ മത്സരങ്ങളിൽ തേർഡ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ 4 ടീമേ ഉണ്ടായുള്ളൂ ആ സമയത്ത്. ഇപ്പൊ എത്ര ബാച്ചുകളുണ്ട് ടോട്ടൽ? ഇപ്പം പുതിയ ബാച്ച് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 2 സെക്ഷൻസും കൂടെ കൂട്ടി. ലൈക്ക് ഈ ബാച്ച് CS ഒക്കെ ഈ ബാച്ച് വരെ ഉണ്ട്. ഈ ബാച്ച് വരെ ഉണ്ട്. CS ഈ ബാച്ച് വരെ ഉണ്ട്. ഇപ്പത്തെ സീറ്റ് കൂട്ടിയോണ്ട് ഈ ബാച്ച് വരെ ഉണ്ട് CS. അപ്പൊ ഈ ആർട്സും സ്പോർട്സ് ഒക്കെ വരുമ്പോ എത്ര ഗ്രൂപ്പുകളുണ്ട്? ലൈക്ക് സ്പോർട്സ് ഇപ്പം കഴിഞ്ഞു. ആർട്സ് ആയിട്ടില്ല, നെക്സ്റ്റ് ഇയർ ആണ്. സ്പോർട്സ് സാധാ പോലെ 4 ഹൗസ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, റെഡ്. ഓക്കെ. ഞങ്ങളുടെ സമയത്ത് 4 തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ 4 പേരെ ഉണ്ടോ? ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞിട്ടുള്ള ബാച്ചിലാണ് ഈ ബാച്ച് കൂടി വരുന്നത്. 2013 ബാച്ച് ഉണ്ടല്ലോ, അവരുടെ ബാച്ചിലാണ് ഒരു ഈ ബാച്ച് കൂടി വരുന്നത്. ഞങ്ങളുടെ ബാച്ചിൽ ABCD വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ക്ലാസ്സുകൾ ഓരോ ടീമിന്റെ എന്താ പറയാ, ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും. തേർഡ് ഇയറിലെ D ബാച്ച് അല്ലെങ്കിൽ തേർഡ് ഇയറിലെ ABC ബാച്ചുകൾ ഉണ്ടല്ലോ, ഇവരൊക്കെ ഓരോ ഹൗസുകളുടെ ഇതായിരിക്കും. അപ്പൊ അങ്ങനെ സമയത്ത് ഞങ്ങള് ഈ 4 പേരുള്ള ഈ മത്സരങ്ങളിൽ ആർട്സിൽ തേർഡ് ഫിനിഷ് ചെയ്യുകയും സ്പോർട്സിൽ എനിക്ക് ഫോർത്താണെന്ന് തോന്നുന്നു, ഫോർത്ത് ഫിനിഷ് ചെയ്യുകയും ചെയ്തിരുന്ന ക്ലാസ് ആയിരുന്നു ഞങ്ങളുടേത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ക്ലാസ്സുകൾ ഒരുപക്ഷെ ഞങ്ങളുടേതായിരുന്നെന്നാണ് എന്റെ ഓർമ്മ. കാരണം ഞങ്ങൾ ഗ്രൗണ്ട്, അപ്പോൾ നമ്മുടെ തിരുവല്ല ഗ്രൗണ്ട് തന്നെയാണല്ലോ അല്ലെ സ്പോർട്സ് തിരുവല്ലയിലായിരുന്നു. അതെ. അപ്പോൾ സ്പോർട്സ് നടക്കുന്ന ആ ഗ്രൗണ്ടിൽ ഭയങ്കര വലിയ പ്രൊസഷൻ, ഗ്രൗണ്ടിന് ചുറ്റും. ഞങ്ങൾ ജയിച്ച ബാച്ച് ക്ലാസ് പോലും അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതിപ്പോ എയിലും ബിയിലും സിയിലും എന്റെ ബാച്ചുകാർ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ തല്ലുമായിരിക്കും. പക്ഷേ ഭയങ്കര ഒരു ആഘോഷവും നമ്മൾ ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പൊ അതൊക്കെയാണ് എന്റെ കോർ മെമ്മറീസ് അവരൊക്കെ ആയിട്ടുള്ളത്. ഓക്കെ ചേട്ടാ, നല്ലായിരുന്നു അത്. താങ്ക് യു ഫോർ ഷെയറിങ്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാണ്, ചേട്ടന്റെ ഈ ഫോറംസ്, ക്ലബ്സ്, അതിലുള്ള പാർട്ടിസിപ്പേഷൻസ് എങ്ങനെയാണ് ചേട്ടന്റെ കോളേജ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്തത്? ഇപ്പൊ ഇൻഡിവിജ്വലി ചേട്ടന് പേഴ്സണലി ആവട്ടെ, അത് ബാക്കിയൊക്കെ ആവട്ടെ, അതെങ്ങനെയാണ് മറ്റുള്ളവരിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത്?
ഫോറംസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് IEEE മെമ്പർഷിപ്പ് എടുത്തിരുന്നു ഫസ്റ്റ് ഇയറിൽ തന്നെ. പക്ഷെ 4 വർഷത്തിൽ ഞാൻ അതിൽ ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നെയുള്ള ഫോറം എന്ന് പറയുന്നത് NSS ആണ്, നാഷണൽ സർവീസ് സ്കീം. അപ്പൊ അതില് NSSന്റെ ഒരു സബ്സിഡറി സംഗതിയായിട്ട് റെഡ് റിബൺ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ഇപ്പൊ ഇതില്ല. അപ്പം അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആവാം. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ NSSൽ നമ്മൾ ചെയ്തിരുന്ന പരിപാടി, ഇപ്പോൾ NSSന്റെ കോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 3 പേരാണ്. NSSന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ റെഡ് റിബൺ ക്ലബ്ബ്, അങ്ങനെ 3 പേരുണ്ടാവുക. അപ്പോൾ അതില് NSSുമായി ബന്ധപ്പെട്ട് നടത്തിയ സംഗതികൾ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ചില സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്യും. അപ്പൊ ക്യാമ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് അതുണ്ടായിരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊല്ലവടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊല്ലവടവ് മാവേലിക്കര ഭാഗത്താണ്. അപ്പൊ അവിടെ ഒരു വില്ലേജ് നമ്മൾ പോയി. നമ്മൾ ആദ്യം ഞങ്ങൾ 2 പേര് പോയിട്ട്, ഞാനും എൻ്റെ സുഹൃത്ത് ലിജേഷ്, ഞങ്ങൾ 2 പേരും പോയിട്ട് അവിടെ ഒരു ലിജേഷ് ആയിരുന്നു ആക്ച്വലി NSSന്റെ പ്രസിഡന്റ് ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ 2 പേരും പോയി ഒരു വില്ലേജിൽ പോകുന്നു. അവിടെ പോയിട്ട് അവിടുത്തെ എങ്ങനെയൊക്കെയാണ് അവിടെ ഒരു ക്യാമ്പ് നടത്താനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നു. എന്നിട്ട് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള വില്ലേജേഴ്സ് ആയിട്ടുള്ള നമ്മൾ ആളുകളോട് നമ്മൾ സംസാരിക്കുന്നു. എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ ഒരു ജിയോഗ്രഫി, എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ക്യാമ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 4-5 ദിവസമുള്ള ക്യാമ്പായിരുന്നു. 7 ദിവസം അങ്ങനെ ഒരാഴ്ച കംപ്ലീറ്റ് ഉണ്ടായിരുന്നു ക്യാമ്പ്. അന്ന് അർജുൻ സാറൊക്കെയാണ് അതിന്റെ NSSന്റെ കോർഡിനേഷൻ കംപ്ലീറ്റ്. അർജുൻ സാറ്, പിന്നെ പ്രകാശ് ചേട്ടനെ നിങ്ങൾ അറിയുമെന്ന് അറിയില്ല. പ്രകാശിനെ അറിയാം? പ്രകാശ് ചേട്ടനൊക്കെ നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ഇതെന്ന് മാത്രമല്ല, കോളേജിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പ്രകാശ് ചേട്ടൻ്റെ ഒരു നിറ സാന്നിധ്യമായിരുന്നു. ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ ഞാൻ പ്രകാശ് ചേട്ടൻ ഇല്ലാത്ത ഒരു സമയത്ത് ഞാൻ ഇതുവരെ കോളേജിൽ വന്നിട്ടില്ല. ഇനി വരുമ്പോ അതൊരു വേദനയായിരിക്കും. അപ്പോ ഈ ക്യാമ്പിനൊക്കെ നമ്മളുടെ കൂടെ ഫുൾ ഉണ്ടാവുക നമ്മൾ തന്നെയാണ് എല്ലാ സാധനവും ചെയ്യുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് പാചകം നടത്തും, ഒരു ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പുകളായിട്ട് നിന്നിട്ട് ഓരോ ടാസ്കുകൾ ഉണ്ടാവും അവർക്ക്. അപ്പോൾ ആ ടാസ്കുകളൊക്കെ ചെയ്ത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളോട് മിങ്കിൾ ചെയ്ത് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല ആക്ടിവിറ്റീസിൽ ചെയ്യുന്നു. അത് അവരുടെ കമ്മ്യൂണിറ്റിക്കും ഗുണം ചെയ്യുന്ന, എന്നാൽ നമ്മൾ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ എന്ന നിലയിൽ നമുക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് മുമ്പ് ഞാനൊക്കെ NSSൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പേ NSSൽ ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ വേറെ പാണ്ടനാടൊക്കെ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ എന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ വരെ ഉണ്ടാവും. എന്റെ സീനിയർ ബാച്ചിൽ നിന്നുള്ള ഇപ്പോൾ ഗാഥ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഗാഥ എന്ന് പറഞ്ഞൊരു നമ്മുടെ 2013 ബാച്ചിലുള്ളവര്, അങ്ങനെ കുറെ അധികം സീനിയേഴ്സ് ഒക്കെ ആയിട്ട് ഞാൻ വളരെയധികം ക്ലോസ് ആയിട്ടുള്ളത് ഈ പറയുന്ന NSS വഴിയാണ്. NSSൽ ഇതുപോലുള്ള ക്യാമ്പുകളൊക്കെ വഴിയാണ്. അത് പാണ്ടനാട് വെച്ച് പറഞ്ഞ വേറൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പോൾ NSSുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ നമ്മുടെ ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ ചേട്ടൻ പറഞ്ഞ പോലെ റെഡ് റിബൺ ക്ലബ്, ആ ക്ലബിനെ കുറിച്ച് ഐ തിങ്ക് ഇൻക്ലൂഡിങ് മീ കുറെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റുഡൻസ് അറിയത്തില്ല. അപ്പൊ ആ ക്ലബിനെ കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാവോ? ഓക്കെ, റെഡ് റിബൺ ക്ലബ് എന്ന് പറയുന്നത് നമ്മുടെ എനിക്കൊന്ന് കേരളത്തിൽ ഉടനീളമുള്ള ഒരു സംഗതിയാണ്. അതിന് അഫിലിയേഷൻസ് ഒക്കെ ഉണ്ട്. എനിക്കത് ഗവൺമെന്റലായിട്ടുള്ള അഫിലിയേഷൻ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് നമ്മുടെ കോളേജിൽ അത് കോർഡിനേറ്റ് ചെയ്തിരുന്ന സാറാണ്. അപ്പോൾ സാറിങ്ങനെ പറയും നമ്മളുടെ അടുത്ത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള, അതായത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് മാഗസിൻ എഡിറ്ററും മറ്റേ റെഡ് റിബൺ ക്ലബ്ബ് ഭാരവാഹിയായിട്ടുള്ള ആളും കോർഡിനേറ്റർ ആയിട്ടുള്ള 2 പേരും ഒരാളാവരുത് എന്നായിരുന്നു എനിക്ക് മുമ്പുള്ള ബാച്ചിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ ആദ്യം റെഡ് റിബൺ ക്ലബ്ബിൽ കോർഡിനേറ്റർ ആയതിനു ശേഷമാണ് മാഗസിൻ എഡിറ്റർ ആവുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടെ ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ സമയത്ത് എനിക്ക് എൻ്റെ ഇതിൽ വന്നിരുന്നു ആക്ച്വലി. പക്ഷെ അത് വരാനുള്ള എൻ്റെ കാരണം അത് വളരെ എന്താ പറയാ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഈ റെഡ് റിബൺ ക്ലബിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റെഡ് റിബൺ ക്ലബിൽ ഉള്ള സമയത്ത് തന്നെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ട് പിയർ എഡ്യൂക്കേഷൻസ് ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ CSE എന്നുള്ള കുറച്ചധികം ആൾക്കാർ വെറുതെ ഭയങ്കര അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിള്ളേര് പോവാണ് അങ്ങോട്ട്. അത് NSSന്റെ ഭാഗമായിട്ട് വന്നൊരു ക്യാമ്പാണ്. അപ്പൊ ആ ക്യാമ്പിൽ വെച്ചിട്ട് നമ്മുടെ അടുത്ത് പറയാണ്, ക്യാമ്പിൽ വെച്ച് പല ആക്ടിവിറ്റീസ് ഉണ്ട്, പല പല രീതിയിൽ നമ്മളെ എന്താ പറയാ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് അങ്ങനെ കുറച്ച് ആൾക്കാരുടെയൊക്കെ ഒരു
ഒരു എന്താ കോർഡിനേഷനുള്ള ഒരു ക്യാമ്പാണ്. കുറെ ആളുകൾ ഫണ്ട് ചെയ്യുന്ന ഒരു ക്യാമ്പാണ്. അപ്പൊ നമ്മളവിടെ തിരുവനന്തപുരമൊക്കെ കാണാം എന്നൊക്കെ വെച്ചിട്ട് പോകുന്നു. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ക്യാമ്പ്. അപ്പൊ അവിടെ ആദ്യമായിട്ട് കുറെ തിരുവനന്തപുരത്തൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിക്കാം എന്നൊക്കെ വെച്ചിട്ട് പോകുന്നു. അപ്പൊ ഒരു സ്ഥലത്ത് 4-5 ദിവസം തങ്ങി താമസിക്കുന്ന ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പിന്റെ ഇടയിൽ വെച്ചിട്ടുള്ള ഒരു ക്ലാസ്സിലാണ് നമ്മുടെ ഈ റെഡ് റിബൺ ക്ലബ്ബ് അല്ലെങ്കിൽ കേരളത്തിലെ രക്തദാനത്തെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ക്ലാസ്, ഒരു ഓറിയന്റേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിൽ പറയുന്നത് അനുസരിച്ചിട്ട് കേരളത്തിലെ എല്ലാ ദിവസവും ദിവസേന ആവശ്യം വരുന്ന ബ്ലഡിന്റെ ഒരു കണക്കുണ്ട്. അപ്പൊ അതിന്റെ പകുതി പോലും മീറ്റ് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആകെ മൊത്തമുള്ള രക്തദാനം വഴി. അപ്പോൾ രക്തദാനത്തെ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഈ റെഡ് റിബൺ ക്ലബ്ബ് എന്ന് പറയുന്ന ആശയം ഉണ്ടാകുന്നത്. അത് കേരളത്തിലെ പല കോളേജുകളിലുണ്ട്. നമ്മുടെ കോളേജിൽ ഒരു യൂണിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ആ കൊല്ലം അതിന് തൊട്ട് മുമ്പത്തെ കൊല്ലം എന്താണ് റെഡ് റിബൺ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ റെഡ് റിബൺ ക്ലബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രക്തദാന ക്യാമ്പുകൾ ഉണ്ടാക്കും. ഇപ്പൊ ഞങ്ങളുടെ ബാച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചപ്പോൾ നമ്മുടെ ഹരിശങ്കർ എന്ന് പറയുന്ന ഹരിശങ്കറും മനു രണ്ടുപേരുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അതായത് നമ്മുടെ കോളേജിലുള്ള, ഇപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിലുള്ള എല്ലാ ആളുകളുടെയും ബ്ലഡ് ഗ്രൂപ്പുകൾ കളക്ട് ചെയ്തു. എന്നിട്ടൊരു എക്സൽ ഷീറ്റിൽ ആഡ് ചെയ്തു. ഇന്നതാണ് ഇന്ന ഇതൊക്കെയാണ്. എന്നിട്ട് അവർ എപ്പോഴാണ് ബ്ലഡ് കൊടുത്തത് ലാസ്റ്റ് എന്നുള്ള സാധനം ആ ഡേറ്റയും കൂടെ കളക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ വെബ്സൈറ്റ് വഴി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് നമ്മുടെ കോളേജിൽ ബ്ലഡ് അവൈലബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അവർക്ക് ബ്ലഡ് ഗ്രൂപ്പ് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ ആ വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കി നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്നിട്ട് എന്റെ നമ്പർ അവർക്ക് കൊടുത്തു ഈ പറയുന്ന വെബ്സൈറ്റ് വഴി. പിന്നെ മാത്രമല്ല നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുടെ നമ്പർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ റെഡ് റിബൺ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത കൊടുത്തു. ആ വാർത്തയിൽ എന്റെ നമ്പറും ഉണ്ടായിരുന്നു. എനിക്ക് കോളേജിൽ 2010 എന്തോ ആണ് ഞാൻ ഇതിന്റെ കോർഡിനേഷനിലേക്ക് വരുന്നത്. 2012 പാസ് ഔട്ട് ആവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടും പിന്നെയും വർഷങ്ങളോളം ഏതാണ്ട് ഒരു 4-5 വർഷമെങ്കിലും മിനിമം എന്റെ കൂടെ എന്റെ ഫോണിലേക്ക് ഒരു മാസം ഒരു കോളെങ്കിലും മിനിമം വന്നിരിക്കും ബ്ലഡിന്റെ കാര്യം ചോദിച്ചിട്ട്. അതായത് ഒരു ലോക്കൽ എഡിഷൻ ന്യൂസ് പേപ്പറിലെ ഒരു ചെറിയ കോളം വാർത്തയിൽ വരുന്ന ഒരു നമ്പറിലേക്ക് 5-6 വർഷങ്ങൾക്ക് ശേഷവും ഒരു കോള് വരണമെങ്കിൽ അത്രയും അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലഡിന്റെ കേസിൽ ഉണ്ടാവുന്നത്. അപ്പോ ആ ബ്ലഡിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിന്റെ നമുക്ക് ഒരുപാട് ക്യാമ്പുകൾ നടത്താൻ പറ്റി ആ ഒരു വർഷത്തിന്റെ അകത്ത്. പിന്നെ അടുത്ത വർഷം നടത്തിയിരുന്നു എന്റെ ഓർമ്മ. ഋഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത ബാച്ചിലെ ആള് കോർഡിനേറ്റ് ചെയ്യായിരുന്നു പിന്നീട്. അപ്പോൾ ബാച്ചുകളിലൊക്കെ പിന്നീട് എപ്പോഴാണ് ലോസ്റ്റ് ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിന്റെ ആ ഒരു ലെഗസി നമ്മൾ കീപ്പപ്പ് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ബ്ലഡ് അത്രയും അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. നമുക്ക് ഓരോ ക്യാമ്പുകൾ നടത്താം. നമ്മൾ ആലപ്പുഴ മറ്റേ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് എന്റെ ഓർമ്മയിൽ തന്നെ 2 ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ കുറെ കുട്ടികൾ അവിടെ പോകുന്നു, ബ്ലഡ് കൊടുക്കുന്നു. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് സെഞ്ചുറി ഹോസ്പിറ്റലിൽ. പിന്നെ ഓരോ ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ കോളേജിൽ ഉണ്ടാകുന്ന സമയത്ത് ഓൺ എ ഡെയിലി ബേസിസ് എനിക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നല്ലോ. അതായത് ബ്ലഡിന്റെ ആവശ്യമുണ്ട്, ഇങ്ക് വിടാൻ പറ്റുമോ, ചെങ്ങന്നൂർ അടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈവൻ നമ്മൾ എറണാകുളം വരെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അമൃതയിൽ അടക്കം പോയിട്ട് ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ആക്ച്വലി റെഡ് റിബൺ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനം. ഇതിൽ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്, ഇത് റെഡ് റിബൺ ക്ലബ്ബിലെ കോർഡിനേഷനും ഇത് ആക്റ്റീവായിട്ട് എല്ലാവരെയും വിളിക്കുകയും ഞാനാണ് എല്ലാവരെയും വിളിക്കുന്നത്. കോളേജിലുള്ള ആളുകളെ നമ്പറൊക്കെ എടുത്തിട്ട് ഞാനാണ് വിളിക്കുന്നത്. വിളിക്കുന്ന കാരണം പൊതുവിൽ ഡ്രാക്കുള എന്നൊരു പേര് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. രക്തം കുടിക്കുന്ന ആളായിട്ടാണ് സ്നേഹനിധിയായിട്ട് എന്റെ കൂട്ടുകാരൊക്കെ വിളിച്ചോണ്ടിരുന്നത്. ഫസ്റ്റ് ആ ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്നോണ്ട് ഐ തിങ്ക് ഇത്ര ജീവൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ആ ചെറിയ ഇനിഷ്യേറ്റീവ് ഡെഫിനറ്റ്ലി. ഇപ്പൊ എനിക്കൊന്ന് നമ്മുടെ NSS ത്രൂ ചെയ്യുന്ന ബ്ലഡ് ക്യാമ്പ്സ് എനിക്ക് തോന്നുന്നില്ല റെഡ് റിബൺ ക്ലബ് ഇപ്പോഴും ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദ NSS വഴി കുറെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് ഒക്കെ നടത്തുന്നുണ്ട്. അതെ, സോ ഐ തിങ്ക് അത് ഇനിയും തന്നെയായിരിക്കും. ഐ മീൻ ഇപ്പോഴും അത് എങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചറൽ സെറ്റപ്പ് എനിക്കറിയില്ല. പക്ഷെ ബ്ലഡ് കൊടുക്കുക എന്നുള്ള സംഗതി മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഓക്കെ ചേട്ടാ, അപ്പം ചേട്ടൻ കുറെ ഞങ്ങളുടെ കോളേജ് എക്സ്പീരിയൻസ് ഒക്കെ ഈ എക്സ്പീരിയൻസ് ഒക്കെ ചേട്ടന്റെ കരിയർ പാത്തിനെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുത്തത്? കോളേജില്
എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കോളേജ് നമ്മുടെ CECയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് എത്ര കോളേജുകൾ അങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിയില്ല. നമ്മളുടെ കോളേജിന്റെ പ്രത്യേകത, നമ്മൾ ഓരോ പരിപാടി നടത്തുമ്പോൾ, അതായത് കോളേജിന്റെ ഏത് ചെറിയ പരിപാടി നടത്തുമ്പോഴും അതിന്റെ കോർഡിനേഷൻ A to Z നടത്തുന്നത് സ്റ്റുഡൻസ് ആയിരിക്കും. നമ്മുടെ ബാച്ചിൽ എങ്ങനെയാണ്, നിങ്ങളുടെ ബാച്ചിൽ അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു കോണ്ടാക്ട് ഒപ്പിക്കുക, ഒരാളെ വിളിക്കുക, എത്ര വലിയ ഡിഗ്നിറ്റീവ്സ് ആയാലും അവരെ വിളിക്കുക, ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പൊ ഈ ഇന്റർവ്യൂ നടത്താൻ തന്നെ എത്ര ആളുകൾ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ബെറ്റ്സ വിളിക്കുന്നു, അപർണ വിളിക്കുന്നു, അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ആ സമയത്തും ഓരോ പരിപാടികൾ, ഇപ്പോൾ IEEE നടത്തുന്ന പരിപാടി ആവട്ടെ, ഫോഴ്സസ് എന്നൊക്കെ പറയുന്ന ക്ലബുകളുണ്ട്, ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല, അവര് നടത്തുന്ന പരിപാടി ആവട്ടെ, ഇപ്പൊ നമ്മൾ സമ്മിറ്റ് നടത്താറുണ്ട്, എലിക്സർ നടത്താറുണ്ട്, ആർട്സ്, സ്പോർട്സ്, എന്ത് പരിപാടി ആയിക്കോട്ടെ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അത് കോർഡിനേറ്റ് ചെയ്യാനുണ്ടാവും, അവരുടെ പുറകെ എല്ലാവരും ഇറങ്ങുകയും ചെയ്യും. ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കരിയറിൽ വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഒരു സംഗതിയെ, ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ഒരു ഇനീഷ്യേറ്റീവിനെ എങ്ങനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ പുതിയ എന്താ പറയാ വർക്കുകൾ ഡിവൈഡ് ചെയ്യുക, പുതിയൊരു കാര്യമാണെങ്കിൽ അതിൽ എന്താണെന്ന് ലേൺ ചെയ്യുക, ഇതുപോലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. നമ്മളൊരു കരിയർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വർക്ക് എത്തിക്കും, വർക്ക് ആറ്റിറ്റ്യൂഡും വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയി ഇരിക്കുക, ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് അത് കിട്ടിയത് CEC എന്നാണ്. കാരണം എനിക്ക് അങ്ങനെയാണ് അതിന്റെ ഒരു ലേണിംഗ് കിട്ടുന്നത്. ഒരു കോർഡിനേഷൻ, അല്ലെങ്കിൽ ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ആളുകളോട് എന്താ പറയാ ടെമ്പർ തെറ്റാതെ സംസാരിക്കാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് നമ്മളെ ഒരു കമ്പൈൻഡ് ലേണിംഗ് ആണ് എന്നെ സംബന്ധിച്ചിട്ട് CEC തന്നത്. എനിക്ക് ഇപ്പോ കരിയറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മറ്റേ എന്താ പറയാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചോ, അതിനേക്കാൾ കൂടുതൽ എന്നെ ഇതുപോലെയുള്ള ഏരിയാസിൽ എന്നെ CEC ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് കോൺഫിഡൻസോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഒരുപക്ഷെ CEC തന്നെയാണ്. ചേട്ടാ, ഇനി ചേട്ടൻ കോളേജ് ഡേയ്സിലേക്ക് ഒരു റൈഡ് തിരിച്ചു പോവാണെങ്കിൽ എനിത്തിങ് ദാറ്റ് യു വുഡ് ഹാവ് ഡൺ ഡിഫറെന്റ്ലി എന്ന് തോന്നിയിട്ടുണ്ടോ? കോളേജിൽ ഒരുപാട്, ഞാൻ ഇൻ ജനറൽ ഞാൻ ആസ് എ പേഴ്സൺ ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ നിന്നല്ല, അതിന് മുമ്പ് നിന്ന് കോളേജിൽ എത്തുമ്പോഴും കോളേജിൽ നിന്ന് ഇപ്പൊ ഇരിക്കുന്ന ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ പല കാര്യങ്ങളിലെയും എൻ്റെ ആറ്റിറ്റ്യൂഡുകൾ ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ശരിയല്ലായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾ, ഓക്കെ ഇന്ന ആളോട് ഇന്നതൊക്കെ സംസാരിക്കണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചെറിയ റിഗ്രറ്റുകൾ വളരെ ചെറുത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചെയ്യും എന്നുള്ളതല്ലാതെ ഒരു വലിയ രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല. ഐ മീൻ എന്തെങ്കിലും കാര്യമായി മാറ്റണമെന്ന്. കാരണം അന്ന് ഞാൻ ചെയ്ത തെറ്റുകളും അന്ന് ഞാൻ ചെയ്ത എനിക്കുണ്ടായ ലേണിങ്സ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇപ്പോഴത്തെ ഞാൻ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഞാനിപ്പോ അങ്ങനെ പറയുമ്പോൾ എന്റെ ബാച്ചിലുള്ള എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അന്നത്തെ ഒരു വ്യക്തിപരമായി തന്നെ ഒരുപാട് മാറിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് എല്ലാവരുടെയും പാർട്ടായിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബാച്ചിലുള്ള ആളുകളായാലും ഇപ്പോഴത്തെ ഒരു മൊമെന്റ് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിലും ബെറ്റർ ആയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങൾ. അപ്പൊ അതൊരു എല്ലാവർക്കും അതുപോലെ ആയിരിക്കുമല്ലോ. അപ്പൊ അതുപോലെ ഞങ്ങൾക്കും അങ്ങനെ ഉണ്ട്. ഓക്കെ ചേട്ടാ, അപ്പം കുറെ എക്സ്പീരിയൻസും കഥകളും ഒക്കെ ഞങ്ങൾ കേട്ടു. ഇപ്പൊ നമുക്ക് ചെറിയൊരു ഗെയിം ആയാലോ? ചെറിയ റാപ്പിഡ് ഫയർ ഗെയിം. റെഡിയാണോ? ഓക്കെ ചേട്ടാ, അപ്പം we'll have a rapid fire round. We need your answers to be rapid and with full of fire. Okay ചേട്ടാ, ready? ഫയർ ഉണ്ടാവുന്നറിയില്ല, പക്ഷേ ആൻസേഴ്സ് ഉണ്ടാവും. ഓക്കെ ചേട്ടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്പോട്ട് അറ്റ് CEC? എന്നെ ഏറ്റവും കൂടുതൽ മുക്കിയിട്ടുള്ള, അതായത് അവിടെ ഒരു കുളം ഉണ്ടല്ലോ CEC, താമരക്കുളം എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തില് ഒരു പക്ഷേ CEC ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ മുക്കിയത് തന്നെ ആയിരിക്കും. എന്നെ ഹൃദയം പിടിച്ചോണ്ട് വന്നിട്ട് അതിൽ കൊണ്ടിടും. CEC-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കുളത്തിന്റെ അകത്തേക്ക് ലിറ്ററലി കൊണ്ടിടും യൂണിഫോമോട് കൂടി. നമ്മൾ മുങ്ങി കയറി വന്നാൽ ഈവൻ അതിന്റെ ഒരു യൂട്യൂബ് വീഡിയോ ഇപ്പൊ ഉണ്ടെന്നാണ് ഷെയർ ചെയ്തില്ല. അപ്പൊ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്നെ അതിൽ കൊണ്ടിടും. ഇടുക എന്നുള്ള ഒരു ആചാരമാണ്. ആരുടെ ബർത്ത്ഡേ ആയാലും എന്നെ കൊണ്ടിടുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്റെ ലവ്
ആയിട്ടുള്ള എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും അതിനൊന്നും എൻ്റെ ക്ലാസ് മാത്രമായിട്ടൊന്നും കേട്ടോ, എല്ലാ ബാച്ചിലുള്ള എല്ലാവരും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. Okay. Okay, the next question. Most prized possession that you got from C's. മോസ്റ്റ് പ്രൈസ് എന്നാണ്? Possession. Like incidents ആവാം, പ്രത്യേകം ഫ്രണ്ട്സ് ആവാം, ടീച്ചേഴ്സ് ആവാം. തീർച്ചയായിട്ടും ഫ്രണ്ട്സ് തന്നെയാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വളരെയധികം ഞാൻ വാല്യൂ ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഫ്രണ്ട്ഷിപ്പുള്ള മെമ്മറീസും ആണ് എന്നെ ഇപ്പോൾ ഉള്ള ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ തന്നെയായിരിക്കും ഇഷ്ടംപോലെ ആൾക്കാർ. Okay. What is the first thing that comes to your mind when you hear about CEC? ഒറ്റ വാക്കിൽ പറയാമെങ്കിൽ, like one word. ഫ്രണ്ട്സ്, മെമ്മറീസ്, ഇതൊക്കെ തന്നെയാണ്. Okay. Okay, ചേട്ടാ. Your favorite campus event? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ മാഗസിൻ ഉണ്ടാക്കിയ ആ ഒരു സംഗതിയാണ്. ഞങ്ങളുടെ ബാച്ചിന്റെ മാഗസിൻ ഞാൻ ഉണ്ടാക്കുന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് എൻ്റെ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. Okay, ചേട്ടാ. The best advice you received in your college? ബെസ്റ്റ് അഡ്വൈസ്, അയ്യോ അത് ആലോചിക്കേണ്ടി വരും. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. Okay, that's the next question. ചെയ്യുമ്പോൾ ചേട്ടാ ആ സമയത്ത് ആലോചിക്കാം. Okay, next question. If you were to time travel, which college year would you revisit? 2011. Any reason? റീസൺ ആ സമയത്താണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ഒക്കെ നടന്നിട്ടുള്ളത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള പരിപാടികളൊക്കെ 2011 നടന്നതെന്ന് എൻ്റെ ഓർമ്മ. അതായിരിക്കും തേർഡ് ഇയറിലെ സമയമാണ് ഏറ്റവും എൻജോയബിൾ ടൈം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. Okay. ചേട്ടാ, next question. If you were to write a book or direct a movie, ഒരു സിനിമയോ അല്ലെങ്കിൽ ബുക്ക് എഴുതുവാണെങ്കിൽ, what would the title of it? സംശയമൊന്നും വേണ്ട, 2012 ഒരു പാതി വന്ന തിരക്കഥ. അത് ഞാൻ ഓൾറെഡി ഇറക്കിയിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. മാഗസിന്റെ പേരതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു അപ്പോഴത്തെ ബുദ്ധിയിൽ തോന്നിയ ഒരു പേരാണത് ആക്ച്വലി. പക്ഷെ അതെനിക്ക് കുറച്ചുകൂടി ഒരു ഫിലോസഫിക്കലായി അതുപോലെ തന്നെയാണ് എല്ലാവരും എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഒരു കോളേജിലെ കുട്ടികളെല്ലാവരും ഒരു ഫുള്ളി എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ടുള്ള തിരക്കഥ പോലെയാണ് ഞാൻ എഴുതിയിരുന്നത്. അതുകൊണ്ട് തിരക്കഥ എന്നുള്ളത് ഒരു സ്റ്റോറി എന്ന രീതിയിൽ ആലോചിച്ചാൽ പോലും ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോറികളായിരിക്കില്ല എല്ലാവർക്കും ഉണ്ടാകും. കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് സാധനങ്ങളും, പക്ഷെ അതൊരു കഥയാണ്. ആ കഥ ഞാൻ എപ്പോഴും അതിനെ അങ്ങനെയാണ് ഫിലോസഫിക്കലായി കാണുന്നത്. അപ്പൊ അതങ്ങനെ ബെസ്റ്റ് അഡ്വൈസ് ഇല്ല, കിട്ടിയിട്ടില്ല. ഞാനത് ഒരു ഒരെണ്ണം പറയാം. അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടൂറുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രശ്നം നടന്നു. അത് നമ്മുടെ ബാച്ചുകാർക്ക് ആർക്കും മറക്കാൻ സാധ്യമില്ലാത്ത ഒരു സംഗതിയാണ്. ഞങ്ങളുടെ മുമ്പത്തെ ബാച്ചും ഞങ്ങളുടെ ശേഷമുള്ള ബാച്ചിനും ടൂർ കിട്ടിയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ബാച്ച് കുറച്ച് നിയമ പ്രശ്നങ്ങളുള്ളതായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊരു ആക്സിഡന്റ് നടന്നിരുന്നു. അതായത് ഒരു തട്ടേക്കാട് ബോട്ട് അപകടം നടന്നൊരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് ടൂറുകളെ ജനറലി ബാൻ ചെയ്തിരുന്നു, കോളേജ് സ്കൂൾ ടൂറുകളെ. എന്നാൽ IHRDയിലുള്ള ബാക്കിയുള്ള എല്ലാ കോളേജുകളും ടൂർ പോയിരുന്നു. നമ്മുടെ ബാച്ച് മാത്രം പോവാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ കുറെ ട്രൈ ചെയ്ത് ആരും സമ്മതിക്കുന്നില്ല. അതായത് ഒരു രീതിയിലും മറ്റേ നമ്മുടെ പ്രിൻസിപ്പൾ ആയിരുന്ന സാർ അടക്കം സമ്മതിക്കുന്നില്ല. കാരണം റിസ്ക് ആണ്, അത് പറ്റില്ല എന്നൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മളന്ന് ചോരത്തലപ്പിന്റെ ആളുകളായിരുന്നല്ലോ. അപ്പൊ നമ്മളത് ആ സമയത്ത് അന്നത്തെ ഒരു ബുദ്ധിയൊക്കെ വെച്ചിട്ട് നമ്മൾ പോയി. അപ്പൊ ഫേസ്ബുക്ക് ഒക്കെ വരുന്ന സമയമാണ് 2011-12 തോന്നുന്നു. അപ്പൊ ആ ഫേസ്ബുക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ നേരെ ഫേസ്ബുക്കിൽ കയറുന്നു, പോസ്റ്റ് ഇട്ടിട്ട് പ്രിൻസിപ്പലിനൊക്കെ ചീത്ത പറഞ്ഞ് പോസ്റ്റ് ഇടുക. ഇതിന്റെ ഫേസ്ബുക്കിലെ ആദ്യത്തെ വൈറൽ പോസ്റ്റ് അതായിരുന്നു. എല്ലാം കുറെയൊക്കെ ഷെയർ ചെയ്തു. ഈവൻ പ്രിൻസിപ്പൽ കണ്ടു. പുള്ളി അതിന്റെ മറ്റേ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇത് മാത്രമല്ല, എന്റെ നല്ലവരായ 2 സുഹൃത്തുക്കളുണ്ട്, ബിപിൻ തോമസ് ആൻഡ് യാക്കോ എബ്രംസ്. ഇവർ രണ്ടുപേരും അത് പോസ്റ്റർ അടിച്ച് കോളേജിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ എല്ലാവരും അനുരാജ് ചേട്ടൻ്റെ CEC വിശേഷണം കഥകളൊക്കെ കേട്ടു അല്ലേ? ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ അലുമിനീസിന് ഒന്നും കൂടെ CECയിലേക്ക് വരാൻ തോന്നുന്നില്ലേ? This is your golden chance to relive those magic moments again. Mark your calendars on 29th and 30th of December for the grand alumni meet happening at CEC. Grab your tickets, put on your seatbelts and get ready for a wonderful ride.
Until then, keep the memories alive. This is RJ Betts signing off, and you're listening to CSFI.